അതാന്നേ ചെന്ന് പറയണമെന്നേ, അവരിപ്പോ അങ്ങ് പോവും. പോണം. ഒന്ന് വേഗം റെഡിയാവും സുധേ. സുധാര, നീ ഒന്നും വിചാരിക്കരുത്. ഇന്നലെ ഞാൻ ഓർമ്മയില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. മനഃപൂർവ്വമല്ല. നിനക്കറിയാലോ അച്ഛൻ അങ്ങനെ. എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യമൊന്നുമില്ലാന്നറിയാം. എന്നാലും എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി പറഞ്ഞതാ. അച്ഛന് ഒരു മനസമാധാനക്കുറവും വേണ്ട. എനിക്ക് മനസമാധാനക്കുറവ് ഉണ്ടാക്കാതിരുന്നാ മതി. എന്താ നീ ഇങ്ങനെ കുന്തം വിഴുങ്ങല്ലേ നിക്കണേ? ആ കാറൊന്ന് തുടച്ചിടാൻ പറഞ്ഞിട്ട് ചെയ്തോ? എന്താ? ഞങ്ങൾ പ്രതിമയുടെ അല്ല ശില്പത്തിന്റെ പണി എവിടം വരെയെന്നൊന്നും അറിയാമെന്നാ. ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പൂർത്തിയായിട്ടുണ്ടാവില്ല എന്നറിയാം. 1000-ഓളം. പൂർത്തിയാകാത്ത ശില്പം അന്യർക്ക് പ്രദർശന വസ്തുവാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മുകളിലോട്ട് റിപ്പോർട്ട് അയക്കാനുള്ള. ആർക്ക്? ദൈവത്തിനോ? അല്ല, കമ്മീഷണർക്ക്. അപൂർണം എന്ന് എഴുതി അയച്ചോളൂ. അല്ല, ഇങ്ങനെയുണ്ടോ ഓരോ ജന്മങ്ങള്? കമ്മീഷണറുടെ പ്രത്യേക താല്പര്യമല്ലേ, നമുക്ക് പറയാൻ താമാ. മോളെ, ആ പലവഞ്ഞന കടയിൽ ഒന്ന് വിളിക്ക്. കുറച്ച് സാധനങ്ങൾ വേണം. എന്തൊക്കെയാ വേണ്ടത്? ഇതാ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഹലോ, ഹലോ. നാശം. അത്യാവശ്യത്തിന് വിളിച്ചാ കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, അച്ഛനൊന്ന് ഷോപ്പ് വരെ പോയിട്ട് വാ. വെറുതെ ഇരിക്കുന്ന എന്റെ ബോറടി മാറട്ടെ. ഞാൻ പോകാം. നീ ഒറ്റയ്ക്കോ? പെണ്ണെ, ഇത് സിറ്റിയാ. സിറ്റിയൊക്കെ കുറെ ഞങ്ങളും കണ്ടതാ. ഇതേ അല്ലമ്മേ, കുറെ ദിവസം ഞാനിത് കേൾക്കണോ? ഒരുതരം പട്ടിക്കാട്ടിന് വന്ന ആളുകളോട് സംസാരിക്കുന്ന പോലെ. നിർത്തടി, കോടിയകത്ത് തലയിരിക്കുമ്പോ വാലാടണ്ട. ഓഹോ, പൂച്ചയെപ്പോലെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ കരുതി പാവാണെന്ന്. അച്ഛൻ കടയിൽ പോയി സാധനങ്ങൾ ഇത്തിരി വാങ്ങിച്ചോണ്ട് വന്നാൽ എന്താ എത്ര അഭിമാനക്കുറവ്? ആ വാ വാ, ആ കുട്ടയെ സഞ്ചി എന്താന്ന് വെച്ചാൽ എടുത്തോ. പരിപ്പ് 1 കിലോ. അതെവിടെ? ഉഴുന്നൊരു കിലോ. പിന്നെ മല്ലി 1 കിലോ. കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ലാർജ്. അതൊക്കെ അപ്പുറത്തണച്ചാ. ആ, കോൾഗേറ്റ് എവിടെയാന്ന് വെച്ചാൽ നോക്കിയെടുക്കുക. വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാം. പേസ്റ്റും ബ്രഷും ഒക്കെ അവിടെയാ. നിന്നോട് ചോദിച്ചില്ല, വേഗം വരണം. ആ മതി മതി, പോവാം. എക്സ്ക്യൂസ് മീ, ബ്രെഡ് ഉണ്ടോ? ആ തരാം. ആ എല്ലാം ഉണ്ടല്ലോ. ഒന്നും കൂടെ വാടി. നേരെ എന്തൂരായി? ആ കേറ. പത്ത് പുത്തന്റെ കാളയ്ക്ക് 15 പുത്തന്റെ കയറെന്ന് പറഞ്ഞ പോലെയാ. കയ്യിൽ തൂക്കി പിടിച്ചോണ്ട് വരാനുള്ള സാധനങ്ങളേ ഉള്ളൂ. അതിന് 15 രൂപ ഓട്ടോറിക്ഷയ്ക്ക്. കടയിൽ പറഞ്ഞു വിട്ട് എന്റെ വാശി തീർത്തായിരിക്കും. മമ്മി ആരോടെ പറയണേ? നിഷ, ഡു യുവർ ഹോംവർക്ക്. ദൈവം, ഇത് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നമ്മുടെ മോളെ ഓർത്തെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്ക്. ക്ഷമിക്കുന്നവരും കണ്ടില്ലേ? അവരുടെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. അയ്യോ, ഒച്ചപ്പാടും ബഹളം ഒന്നും വേണ്ട. നാലാളറിഞ്ഞാൽ നമുക്കാ നാണക്കേട്. അയ്യോ, ഗുളിക കഴിച്ചില്ലേ? സ്വന്തം ഉമ്മർത്തെ വാക്കിന് വിലയുള്ളൂ. അവളോട് വഴക്കിന് പോയിട്ട് ആളും തരം നോക്കാതെ അവൾ എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞാലേ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങേണ്ടി വന്നാ പിന്നെ നമ്മൾ എങ്ങോട്ടേക്കാ പോവുക?
തറവാട്ടിൽ വരുമ്പോഴൊക്കെ എന്ത് സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ചിരുന്നത്. ഒക്കെ വെറും നാട്യം. തൊണ്ടയിൽ പഴുത്ത വിഴുങ്ങല്ലാണ്ട് എന്താ ചെയ്യ. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത്. ഉണ്ണിക്കുട്ടന്റെ കൂടെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരില്ലായിരുന്നു. മനസ്സ് വിഷമിപ്പിക്കണ്ട, കിടന്നോളൂ. എന്നിട്ടെന്താ ഓട്ടോയിൽ കയറി അവരങ്ങ് പോയി. അച്ഛനെ തന്നെ മനസ്സിലായി കാണില്ല. മനസ്സിലാകാതെ ഒന്നുമില്ല. അല്ലേ പിന്നെ മോഹന്റെ ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യം എന്താ? ഗീതയൊന്നും വേണ്ടിയില്ലേ? അവക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നെന്ന് മുഖം കണ്ടാൽ അറിയാം. പാവം തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. എത്ര രൂപയുണ്ടമ്മേ? 185. ഇങ്ങനെ പൈസ കൂട്ടി വെച്ച് നമ്മള് കാറ് മേടിക്കുവച്ചാ? ആ, കാറ്, വലിയ വീട്, അതില് മോളൂട്ടിക്ക് ഒരു AC റൂം, പിന്നെ മതി മതി. അച്ഛനെ പോലെ മോളെ ഇങ്ങനെ സ്വപ്നക്കാരിയാക്കണ്ട. ഓട്ടോറിക്ഷയുടെ ലോൺ അടച്ച് തീർത്താൽ തന്നെ ഭാഗ്യം. താൻ നോക്കിയോ, ഞാൻ ഇതൊക്കെ എന്റെ മോക്കുണ്ടായി കൊടുക്കും. എന്നിട്ട് എന്റെ മോളൂട്ടിയെ ഒരു രാജകുമാരനെ കൊണ്ട് കെട്ടിക്കും. അല്ലേ മോളെ? എന്നെ കെട്ടിക്കണ്ട വെച്ചാ നമുക്ക് അമ്മയെ കെട്ടിച്ചു കൊടുക്കാം. അയ്യോ, അളിയ അളിയ, ആരാ? ഞാനാ വേലായുധൻ. എന്താ എന്താണ് വില ഇതാ? ഓട്ടോറിക്ഷ ആരുടെയും മേത്തിടിച്ചാ? എന്താ പ്രശ്നം? അളിയൻ എന്നോട് ക്ഷമിക്കണം. എത്രയും വേഗം ലോൺ അടച്ചു തീർക്കണമെന്ന് വിചാരിച്ച് ഞാനൊരു അബദ്ധം ചെയ്തു പോയി. എന്താ? ഓട്ടോറിക്ഷയിൽ കുറച്ച് കള്ളച്ചാരായും കയറ്റി. എന്നിട്ട് ഓട്ടോറിക്ഷ പോലീസ് പിടിച്ചു. ഞാനിറങ്ങി ഓടി. എന്റെ പഞ്ചിക്കാട്ട് ഭഗവതി. ഇറ്റ്സ് ഇമ്പോസിബിൾ. കള്ളച്ചാരായം കയറ്റിപ്പിടിച്ച വണ്ടി വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ജേക്കബിന്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് മിസ്റ്റർ ഉണ്ണികൃഷ്ണന്റെ ബ്രദർലായുടെ പേരിൽ ആക്ഷൻ എടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ നമുക്ക് നോക്കാം. ഇയാളുടെ ജാമ്യത്തിലും കൂടെ വണ്ടിക്ക് ലോൺ കിട്ടിയത്. വണ്ടി ഇല്ലാതായാൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ജേക്കബ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചെയ്യാതിരിക്കുവോ? ഓക്കെ സർ, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ 4 പോലീസുകാരെന്നെ തൊട്ടില്ല എന്ന മട്ടിൽ തൊട്ട് പറയില്ല. ഞാനൊരു ഇടവഴിയിലേക്ക് കയറുന്നവരെ കാണിച്ച് ഒരു കലിങ്ങിന്റെ അടിയിലേക്ക് പതുങ്ങിയിരുന്ന് കളഞ്ഞു. 4 പോലീസുകാരും 5 വഴിക്ക്. നീ എന്റെ മോനല്ലേ? എന്തായി? എന്താകാൻ? വണ്ടി വിട്ട് കിട്ടില്ല. ഗതികെട്ടവൻ തല മുട്ടയടിച്ചപ്പോ പെയ്തതെല്ലാം കല്ലുമഴയായി എന്ന് പറഞ്ഞ പോലെയായി. കേസിന്ന് ഒഴിവാക്കി കിട്ടിയ ഭാഗ്യം. കള്ളച്ചാരം കേട്ടതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിച്ചൂടായിരുന്നോ? ഇങ്ങനെ ഒരു കിണി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. അറിയാതെ പറ്റിയതല്ലേ മോനെ? പിന്നെ ഒന്നും അറിയാത്ത കളിക്കുഞ്ഞല്ലേ. ഏത് ശകനം കെട്ട നേരത്താണാവോ എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്. എന്ന് പറഞ്ഞ എന്റെ മോൻ ശകനം കെട്ടവനാണെന്നല്ലേ? ഞാൻ അതല്ല പറഞ്ഞത്. വേണ്ട, നാണത്തള്ളത്തറ പോകത്തൊന്നല്ല. രാത്രിയും പകലില്ലാതെ ഓട്ടോടി പണം കൊണ്ടുവന്നപ്പോ വേറെ ഇത് നല്ലവനായിരുന്നു. ഇപ്പൊ വേറെ ഇത് ശകന കെട്ടവനായി. അമ്മേ അമ്മേ, ഉണ്ണിയേട്ടൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. വേണ്ടടി, നിന്റെ വക്കാലത്തൊന്നും വേണ്ട. ഇനി ഈ വീട്ടിൽ ഞാനും എന്റെ മോനും ഒരു നിമിഷം നിൽക്കാൻ പ്രശ്നമേ ഇല്ല. ആഹാ, അത് ശരി. ഞാൻ ആരാണെന്നോ നിന്റെ വിചാരം? കൊത്തി മുറത്തി കയറി കൊത്തണ. അങ്ങനെ ആരുടെ ആട്ടുതുപ്പൊന്ന് കേട്ട് കൈന്റെ കാലെനിക്ക് വന്നിട്ടില്ല. പട്ടിണിയും പാണങ്ങളും നല്ല അന്തസ്സായിട്ട് ഞാൻ പൊന്നമ്മേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ടടി, എന്റെ മകനെ തള്ളി പറയുന്ന കേട്ട് വാലും ചുറ്റി നിൽക്കാനേ എന്റെ പട്ടി വരും. അമ്മ അറിയാതെ പറഞ്ഞത് അങ്ങ് ക്ഷമിച്ചേക്ക്. കൈവിട്. ഈ സമയത്ത് അമ്മ പോകരുത്. വിടാനാ പറഞ്ഞത്. നീ എന്തെന്റെ വായും പൊളിച്ചു നിൽക്കണേ? ഇറങ്ങി വാടാ മരഹോന്ത. അമ്മേ പോടിയാർന്ന്. അമ്മ ഞാൻ പറയുന്നത് ഉണ്ണിട്ട് ഒന്ന് പറഞ്ഞേ. അങ്ങനെ തുമ്മുമ്പോ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങോട്ട് തെറിച്ച് പോട്ടെ. പോണതാണ് നല്ലത്. മനുഷ്യന് ഇത്തിരി സ്വസ്ഥതയെങ്കിലും കിട്ടുമല്ലോ.